തന്നെ പൊട്ടിക്കും. അവനെ ഞാൻ ജീവനോടെ വിടില്ല. ആക്രോശിക്കുകയാണ് രണ്ടുപേരും. ദേഷ്യം കൊണ്ട് ശരീരം വേർക്കുകയാണ്. കോപാതിരേകത്താൽ ശരീരം വേർത്തൊഴുകുന്നു. വളരെ ചെറിയതായിരുന്നു തുടക്കം. ഒരുത്തൻ അപരനെ ഒരു ഇരട്ടപ്പേര് വിളിച്ചു. അപരൻ മറുപടി പറഞ്ഞത് കുടുംബത്തെക്കുറിച്ചാണ്. കുറെ ചീത്ത വാക്കുകളായിരുന്നു മറുവാക്ക്. പിന്നെ അസഭ്യവർഷം. ഈറ്റപ്പുലികളെ പോലെ ചീറിയെടുത്തു. സഹപാഠികൾ പിടിച്ചുമാറ്റി. ഒരു പരിഹാരമേ ഉള്ളൂ, ദ്വന്ദ്വയുദ്ധം. നാട്ടിൽ പതിവുള്ളതാണത്. മുതിർന്നവർ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടായാൽ തർക്കം മറ്റൊരു വിധത്തിലും പരിഹരിക്കാനാവില്ല എന്നായാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ഇരുവരും ഏറ്റുമുട്ടുക. വാളോ കത്തിയോ വടിയോ കൊണ്ട് മാരകമായ മുറിവുകളോ മരണം തന്നെയോ ആയിരിക്കാം ഫലം. എങ്കിലും ഇതൊരു നാട്ടുനടപ്പാണ്. ഈ കിരാതനീതിയുടെ പാതയിലേക്കാണ് ഇരുവരും. തുറസായൊരു സ്ഥലത്ത് സാക്ഷികളുടെ സന്നിധ്യത്തിൽ കൂർത്ത 6 കല്ലുകൾ വീതം പരസ്പരം എറിയുക. വിദ്യാർത്ഥികളെ എളുപ്പം കല്ലേറു തന്നെ. സ്ഥലവും സമയം നിശ്ചയിച്ചു. ചെവികളിൽ നിന്ന് ചെവികളിലേക്കൊഴുകിയ വാർത്ത ഡൊമിനിക് സാവിയോയുടെ കാതുകളിലും എത്തി. അവൻ ഞെട്ടി. പരസ്പരം ഇത്രയധികം ദോഷിക്കുവാൻ മനുഷ്യർക്കാവുമോ? അതും വിലപ്പെട്ട രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്ക്. ഹലോ, ഒന്ന് സംസാരിച്ചോട്ടെ? എതിരാളികളിൽ ഒരുവനെ ഡൊമിനിക് സമീപിച്ചു. ഇല്ല, നീ അവനോട് രമ്യതയിലാകാൻ പറയും. അവനെ ഞാൻ ചമ്മന്തിയാക്കും. ഇല്ല, നിങ്ങൾ യുദ്ധം ചെയ്തോളീൻ. എന്നെ കൂടെ നിങ്ങൾ ആ സമയത്ത് കൂടെ കൊണ്ടുപോയാൽ മതി. ശരി, ഞങ്ങളെ തടയില്ലെങ്കിൽ പൊന്നോളൂ. അപരനെ ഡൊമിനിക് സമീപിച്ചു. മനസ്സിലാ മനസ്സോടെ അവനും സമ്മതിച്ചു. യുദ്ധരംഗം. 10 അടി അകലത്തിൽ 6 കല്ലുകൾ വീതം കൂട്ടിയിട്ടിരുന്നു. കോപം കത്തിയാളുന്ന മിഴികളോടെ അവർ സ്ഥാനം പിടിച്ചു. എറിയാൻ കല്ലുകൾ കയ്യിലെടുത്തു. ശാന്തനും ദുർബലനുമായ ഡൊമിനിക് അവരുടെ മധ്യത്തിൽ മുട്ടുകുത്തി. കയ്യിൽ ക്രൂശിത രൂപം ഉയർത്തി. തന്നെ അതികഠിനമായി പീഡിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിച്ച് മരണം വരിച്ച കാരുണ്യവാനായ ഈശോയെ, മനഃപൂർവ്വം ചെയ്ത ദ്രോഹപ്രവൃത്തികളാൽ അങ്ങേ വേദനിപ്പിച്ച ഇവരോട് ക്ഷമിക്കണമേ. അവൻ ഉറക്കെ പറഞ്ഞു. ഇനി എറിഞ്ഞുകൊള്ളുക. പക്ഷെ ഒന്നോർക്കണം, നിങ്ങൾ എറിയുന്ന ഓരോ കല്ലും നിങ്ങളെ രക്ഷിച്ച ഈ ഈശോയുടെ ദേഹത്താണ് പതിക്കുക. വലതു കൈയിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിത രൂപം ചൂണ്ടി അവൻ പറഞ്ഞു. കല്ലുകൾ താഴെ വീണു. ശത്രുക്കൾ വരി പിഴിഞ്ഞു.